Dear friends, welcome to my class. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ്. ഞാൻ ഫ്രേസിലേക്കും ക്ലോസിലേക്കും കടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാം. സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ചറിഞ്ഞാലേ ഫ്രേസിനെയും ക്ലോസിനെയും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് പാർട്ട് കഴിഞ്ഞ 2-3 ക്ലാസ്സായിട്ട് നമ്മൾ സബ്ജക്റ്റ് പാർട്ട് എന്താണ്, പ്രെഡിക്കേറ്റ് പാർട്ട് എന്താണെന്നാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലോസും ഫ്രേസും പഠിക്കുമ്പോൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ആ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടിൻ്റെ ക്ലാസ് ഒന്ന് കേൾക്കണം. വീട്ടിലിരുന്ന് ശ്രദ്ധിച്ച് നോക്കുക, മുമ്പത്തെ എപ്പിസോഡുകൾ എടുത്ത് കാണും, വീഡിയോസ് എടുത്ത് കാണും. അപ്പോൾ ക്ലോസ് എന്താണ്, ഫ്രേസ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് without its own subject and predicate. കേൾക്കണം. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സ്വന്തമായി ഇല്ലാത്ത ഒരു കൂട്ടം പദങ്ങളെ നമ്മൾ ഫ്രേസ് എന്ന് പറയും, പദസമൂഹങ്ങൾ എന്ന് പറയും. അപ്പോൾ പദസമൂഹങ്ങൾ കൂടിയ വാചകമാവില്ലല്ലോ. ഒരു കൂട്ടം പദസമൂഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടോ എന്ന് കണ്ടെത്തുക. സബ്ജക്റ്റും കണ്ടെത്താൻ നിങ്ങൾക്കറിയാം, പ്രെഡിക്കേറ്റ് പാർട്ടും കണ്ടെത്താൻ നിങ്ങൾ കഴിഞ്ഞ 3-4 ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടം പദങ്ങളായി അതിൽ സബ്ജക്റ്റും ഇല്ല, പ്രെഡിക്കേറ്റും ഇല്ല. ഇനി അടുത്ത കൂട്ടത്തിലുണ്ടോ? അപ്പോൾ അവിടെ ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്ത ഒരു കൂട്ടം പദങ്ങളെ ഫ്രേസ്, പദസമൂഹം എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം, if a group of words has its own subject and predicate, it can be called a clause. But what is the difference between a phrase and a clause? A clause can stand on its own with its own subject and predicate. But a phrase can stand on its own, but it does not have its own subject and predicate. അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്ത ഒരു കൂട്ടം പദങ്ങളെ ഫ്രേസ് അല്ലെങ്കിൽ പദസമൂഹങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള അർത്ഥപരിപൂർണത ഉണ്ടാവണമെന്നില്ല, എന്നാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള ഒരു കൂട്ടം പദങ്ങളെ നമുക്ക് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള ഒരു കൂട്ടം പദങ്ങളെ നമുക്ക് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ക്ലോസുമായി ഫ്രേസുമായി. ഇനി ഇഫ് എ ക്ലോസ് ക്യാൻ സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ, it can be called a main clause. And if a clause does not stand on its own or cannot stand on its own, it can be called a subordinate clause. But what is the difference between a main clause and a subordinate clause? A main clause will stand on its own with its own subject and predicate. At the same time, a clause with its own subject and predicate, but if it cannot stand on its own, it cannot be called a main clause. It is a subordinate clause. നമുക്ക് ക്ലാസ് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയി പോവുകയാണ്, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ +1 അപ്പുറം +2 ഡിഗ്രി ക്ലാസ് തലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോഴാണ് ഈ ക്ലോസിൻ്റെ ഘടനയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ 3-4 ക്ലാസ് ആയിട്ട് പഠിച്ചു. ഇപ്പോൾ ഞാൻ ഫ്രേസിനെ കുറിച്ചും ക്ലോസിനെ കുറിച്ചും പറയുന്നു. ഫ്രേസിനെ കുറിച്ച് പറഞ്ഞു, ക്ലോസിനെ കുറിച്ച് പറഞ്ഞു. പൊതുവെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസിനെ മെയിൻ ക്ലോസ് എന്നും ഒറ്റയ്ക്ക് നിൽക്കാത്ത ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മെയിൻ ക്ലോസിന് പ്രത്യേകമായ ക്ലാസിഫിക്കേഷൻ ഇല്ലെങ്കിലും സബോർഡിനേറ്റ് ക്ലോസിനെ ആ ക്ലോസ് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അതിനെ നൗൺ ക്ലോസ് എന്നോ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നോ ആഡ്വർബിയൽ ക്ലോസ് എന്നോ വിളിക്കും. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിനെ അത് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് ഏതിൻ്റെ പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ഒരു അഡ്ജക്റ്റീവിൽ പ്രവർത്തിക്കുന്ന ക്ലോസിനെ അഡ്ജക്റ്റീവൽ ക്ലോസ് എന്നും ഒരു ആഡ്വർബിനെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസിനെ ആഡ്വർബിയൽ ക്ലോസ് എന്നും ഒരു നൗണിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ക്ലോസിനെ നൗൺ ക്ലോസ് എന്നും പറയും. അപ്പോൾ നിങ്ങൾ പറയും ഇത് തിരിച്ചറിയാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയി പോകുമ്പോൾ പഠിക്കാം. നൗൺ ക്ലോസ് ആണോ ഈ വന്നിരിക്കുന്ന ഈ വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് നൗൺ ക്ലോസ് ആണോ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ ആഡ്വർബിയൽ ക്ലോസ് ആണോ എന്ന് നിങ്ങൾ എന്നോട് വിളിച്ച് പറയും. ഞാൻ ഉദാഹരണങ്ങൾ തന്ന് പറഞ്ഞു തരുമ്പോൾ
ഇപ്പം നമുക്ക് സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും നോക്കുക. അപ്പോൾ സബോർഡിനേറ്റ് ഒരു വാചകത്തിൽ ഒന്നോ അതിലധികമോ ക്ലോസുകളും ഫ്രേസുകളും ഉണ്ടായിരിക്കും. ഒരു വാചകമാവണമെങ്കിൽ മിനിമം ഒരു മെയിൻ ക്ലോസ് വേണം. സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് മാത്രം ഒരു വാചകം നിൽക്കില്ല. കാരണം സബോർഡിനേറ്റ് ക്ലോസ് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, മെയിൻ ക്ലോസ് മാത്രമേ ഒറ്റയ്ക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസുകൾ മാത്രമേ സെൻറ്റൻസ് എന്ന് വിളിക്കാൻ ആവും. ഒറ്റയ്ക്ക് ഒരു വാചകത്തിൽ ഒരു കൂട്ടം പദങ്ങളുണ്ടെങ്കിൽ അതിലൊരു മെയിൻ ക്ലോസ് ഉണ്ടെങ്കിലേ അതിനെ വാചകമെന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ആ ക്ലോസിലടയിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് വാക്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അർത്ഥവും അനുസരിച്ച് അവയെ 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. At the same time, I have already told you that the order of the words in a sentence can be called assertive, imperative, exclamatory, or interrogative. In the same way, if a clause contains more clauses, one main clause, one subordinate clause, two main clauses, and one subordinate clause. According to the nature and function and order of the clauses in a sentence can be classified as simple, compound sentence, complex sentence, compound complex sentence. അപ്പോൾ അതിന് നമുക്കിനി അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും തിരിച്ചറിയാൻ ശ്രമിക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബോർഡിലേക്കൊന്നും നീങ്ങാം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഇതാ ആദ്യത്തെ വാചകം. ഞാൻ ആദ്യം ഫ്രേസ് ആൻഡ് ക്ലോസ്. ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്ത ഒരു കൂട്ടം പദങ്ങളെ ഫ്രേസ് എന്ന് പറയുന്നു. പദസമൂഹം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ പദസമൂഹം. അതേസമയം എക്സാമ്പിൾ, ഏർലി ഇൻ ദ മോർണിംഗ്. ഈ വാചകത്തിൽ ഈ കാണുന്ന വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടോ നോക്കൂ, ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ നോക്കൂ. ഇല്ല. ഒരു പ്രവൃത്തി ഉണ്ടോ നോക്കോ? ഇല്ലല്ലോ. ഇത് ഏർലി ഒരു ആഡ്വർബാണ്, പ്രിപ്പോസിഷൻ ആർട്ടിക്കിളാണ്, മോർണിംഗ് നൗൺ ആണ്. ഇത് ഒരു വെർബില്ല, അതുകൊണ്ട് പ്രെഡിക്കേറ്റ് ഇല്ല, സബ്ജക്റ്റ് പാർട്ടില്ല. അപ്പോൾ ഇതൊരു കൂട്ടം പദങ്ങളാണ്, ഇതൊരു ഫ്രേസ് ആണ്. എവറി ഡേ ഇൻ ദിസ് വീക്ക്, ഇതിലും ഒരു വെർബില്ല, പ്രെഡിക്കേറ്റ് ഇല്ല. പ്രെഡിക്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വെർബിനെ കാണാം. ആ വെർബിനെ നമുക്ക് കൃത്യമായ ടെൻസിനെ വിളിക്കാൻ പറ്റും, ഇവിടെ വിളിക്കാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദിസ് സ്കൂൾ, ഇതിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ല, ആയതുകൊണ്ട് ഇതൊരു ഫ്രേസ് ആണ്. ഹാവിങ് ബീൻ റിട്ടൺ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ റിട്ടൺ ഇല്ല എന്നുള്ളത്. റിട്ടൺ എന്നുള്ളത് നോൺ ഫിനിറ്റീവ് ആണ്. ബീൻ ഒരു നോൺ ഫിനിറ്റീവ് ആണ്, ഹാവിങ്ങും ഒരു നോൺ ഫിനിറ്റീവ് ആണ്. ഇത് ING ഇൻഫിനിറ്റീവ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇത് അനദർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ആയതുകൊണ്ട് ഇതൊന്നും ക്ലോസ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇതൊന്നും പൂർണ്ണക്രിയകളല്ല, ഫിനിറ്റീവ് വെർബുകളല്ല. കാരണം ഇതിനെ കണ്ടിട്ട് നമുക്കൊരു ടെൻസ് വിളിക്കാം. ഇത് ഏതെങ്കിലും ടെൻസിൽ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയാം. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് എന്നാണ് ഇതിനെ പറയാം. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ നോൺ ഫിനിറ്റീവ് ആണ്, ഫിനിറ്റീവ് അല്ല, നോൺ ഫിനിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആയതുകൊണ്ട് ഇതെല്ലാം ഫ്രേസുകളാണ്. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇത് ഫ്രേസ് ആണ്. ഇതിൽ റിട്ടേൺ എന്നുള്ളത് കൊണ്ട് ഇത് വെർബല്ല, ഇതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ദിസ് അനദർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ദിസ് ഇസ് ING ഫോം. മനസ്സിലായില്ലേ? ആയതുകൊണ്ട് ഇതിലൊന്നും പൂർണ്ണക്രിയയില്ല. മാത്രമല്ല പൂർണ്ണക്രിയയില്ലാത്തത് കൊണ്ട് ഇതിനെ ടെൻസ് വിളിക്കാൻ സാധ്യമല്ല. ഇനി ക്ലോസ് എന്താണെന്ന് പറയുന്നു. എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. സ്വന്തമായ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള ഒരു കൂട്ടം പദങ്ങളെ ക്ലോസ് എന്ന് പറയുന്നു. ക്ലോസസ് ആർ ഓഫ് 2 ടൈപ്സ്. ക്ലോസുകൾ 2 തരം. മെയിൻ ക്ലോസ് സ്റ്റാൻഡ്സ് ഓൺ ഇറ്റ്സ് ഓൺ. ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ള ക്ലോസിനെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. സബോർഡിനേറ്റ് ക്ലോസ് cannot stand on its own. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, ഐ ബോട്ട് എ കാർ. ഐ എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, ബോട്ട് എ കാർ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. ഈ പ്രെഡിക്കേറ്റ് പാർട്ടിൽ ബോട്ട് എന്നുള്ള ഒരു വെർബ്, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ടെൻസിനെ, എന്നാലേ നമുക്ക് പൂർണ്ണക്രിയ ഉള്ളൂ, ഫിനിറ്റീവ് വെർബ് ഉള്ളൂ. ബോട്ട് സിമ്പിൾ പാസ്റ്റ് ആണ്.
ഞാൻ ഒരു കാർ വാങ്ങി ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? ഒറ്റയ്ക്ക് നിൽക്കും. അതേസമയം വെൻ ഐ ബോട്ട് എ കാർ, ഞാനൊരു കാർ വാങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, വെർബ് പൂർണ്ണക്രിയ ഉണ്ട്. അതേസമയം വെൻ എന്നുള്ള കൺജങ്ഷൻ വന്നപ്പോൾ ഞാനൊരു കാർ വാങ്ങിയപ്പോൾ എന്ന് പറയുന്നത് ആ ക്ലോസ് കനോട്ട് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു ക്ലോസ് ആണ്, കാരണം അതിന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാത്ത ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഹാവിങ് വർക്ക്ഡ് ഹാർഡ്. ഹാവിങ് ഒരു ING ഫോം, വർക്ക്ഡ് എന്നുള്ളൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹാർഡ് എന്നുള്ളൊരു ആഡ്വർബ്, അഡ്ജക്റ്റീവായിട്ട് ആഡ്വർബായിട്ട് ഹാർഡ് വരും. ഹാവിങ് വർക്ക്ഡ് ഹാർഡ്, കഠിനമായി ജോലി ചെയ്തതുകൊണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? ഒറ്റയ്ക്ക് നിൽക്കാന്നല്ല, ഇതിൽ പൂർണ്ണക്രിയ ഇല്ല. വർക്ക്ഡ് എന്നുള്ളത് ഹാവിങ് കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആണ്. V3 ഒരിക്കലും പാസ്റ്റ് ഫിനിറ്റീവ് വെർബ് അല്ല, ഫിനിറ്റീവ് വെർബ് പൂർണ്ണക്രിയ അല്ല, അപൂർണ്ണക്രിയാണ്, നോൺ ഫിനിറ്റീവ് ആണ്. ഹാർഡ് എന്നുള്ള ആഡ്വർബാണ്, അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഹാവിങ് വർക്ക്ഡ് ഹാർഡ് എന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഫ്രേസ് ആണ്. ഐ എന്നുള്ള സബ്ജക്റ്റ്, ടുക്ക് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് വെർബ്. ഐ ടുക്ക് എ ലിറ്റിൽ റെസ്റ്റ്, ഞാൻ കുറച്ച് വിശ്രമം എടുത്തു. കഠിനമായി അധ്വാനിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് വിശ്രമം എടുത്തു എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ്. കഠിനമായി അധ്വാനിച്ചത് കൊണ്ട് എന്നുള്ളത് ഫ്രേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെ ഫ്രേസ് അറിയണം? ഇനി എങ്ങനെ ശ്രദ്ധിക്കുക, ഹാവിങ് പ്ലസ് V3 പ്ലസ് ഒരു ആഡ്വർബ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഫ്രേസ് ആണെന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് സെന്റൻസ്, വെൻ ഐ വാസ് സ്ലീപ്പിംഗ്. വെൻ എന്നുള്ള കൺജങ്ഷൻ ആണ്. ഐ എന്നുള്ള സബ്ജക്റ്റ്, വാസ് സ്ലീപ്പിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ്. കൃത്യമായ ടെൻസ് വിളിക്കാൻ പറ്റുന്നുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഞാൻ ഉറങ്ങുകയായിരുന്നപ്പോൾ, ക്ലോസ് ആണ്, പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കില്ല, കാരണം ഉറങ്ങുകയായിരുന്നപ്പോൾ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ് അല്ല, ക്ലോസ് ആണ്. അതേസമയം ക്ലോസ് ആണെങ്കിലും ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ് അല്ല. അതേസമയം സംബഡി ഷുഡ് ഷൗട്ടഡ് ഔട്ട്സൈഡ്, ആരോ ഉറക്കെ പുറത്ത് ഒച്ച വെച്ചു. ആരോ, സംബഡി. ഷൗട്ടഡ് എന്നുള്ള വെർബ് സിമ്പിൾ പാസ്റ്റ്, ഔട്ട്സൈഡ്. അതങ്ങനെ സംബഡി ഷൗട്ടഡ് ഔട്ട്സൈഡ്, സംബഡി ഇതൊരു സബ്ജക്റ്റ് പാർട്ട്, ഷൗട്ടഡ് ഔട്ട്സൈഡ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഇതൊരു മെയിൻ ക്ലോസ് ആണ്, ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ആയതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിന് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും ഫ്രേസും ക്ലോസും തിരിച്ചറിയാനുള്ള കഴിവ് പ്രാപ്തമായി കഴിഞ്ഞു. ആയതുകൊണ്ട് നിങ്ങൾ ഈ ബോർഡിൽ കണ്ട വാചകങ്ങളെ വീണ്ടും എടുത്തെഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന സബ്ജക്റ്റ് പാർട്ട് പ്രെഡിക്കേറ്റ് പാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെൻസ് നിർബന്ധമായും ഒരേ ഗുളിക കഴിക്കുന്ന പോലെ കഴിക്കണം. ടെൻസ് കണ്ടെത്താൻ കഴിയണം. പ്രെഡിക്കേറ്റിനെ കണ്ടാൽ അത് ഏത് ടെൻസിലാണെന്ന് പറയാൻ കഴിഞ്ഞാലേ വാചകം എഴുതാനും പ്രയോഗിക്കാനും സാധ്യമാവുകയുള്ളൂ. നമ്മൾ കുറച്ചും കൂടി ഈ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ വാചകത്തിന് നമ്മൾ സിന്തസൈസ് ചെയ്യും, അനലൈസ് ചെയ്യും. ഏതെല്ലാം സാധനങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എത്ര ക്ലോസ് ഉണ്ട്, എത്ര ഫ്രേസ് ഉണ്ട്, ആയതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കാം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത്രയും നേരം ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.